Hi dear friends, welcome to our YouTube channel Happy Maths Hour. Happy Maths Hour-ലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ്സിൽ എക്സാമ്പിൾ 9, 10 and 11 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ് തുടങ്ങാം. Example 9. Consider the sets null set, set A, set B, set C. Insert the symbol subset of or not a subset of between each of the following pair of sets. First question. Null set set B യുടെ subset ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Null set set B യുടെ subset ആണ്. കാര്യം എന്താണ്? Null set എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റിന്റെയും subset ആണ്. So null set subset of B. Second question. A B യുടെ subset ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. A equal to 1, 3. B equal to 1, 5, 9. എയിലെ എല്ലാ എലമെന്റ്സും ബിയിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എയിലെ 1 ബിയിലുണ്ട്, അതായത് 1 എലിമെന്റ് ഓഫ് എ, 1 എലിമെന്റ് ഓഫ് ബി. പക്ഷേ എയിലെ 3 ബിയിൽ ഇല്ല. 3 element of A, 3 not an element of B. അതുകൊണ്ട് A എന്ന് പറഞ്ഞാൽ B യുടെ subset അല്ല. A is not a subset of B. Third question നോക്കാം. A C യുടെ subset ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. A equal to 1, 3. C equal to 1, 3, 5, 7, 9. നോക്കിക്കേ, എയിലെ 1 സിയിലുണ്ട്, അതായത് 1 എലിമെന്റ് ഓഫ് എ, 1 എലിമെന്റ് ഓഫ് സി. അതുപോലെ എയിലെ 3യും സിയിലുണ്ട്. 3 എന്ന് പറഞ്ഞാൽ എലിമെന്റ് ഓഫ് എ, 3 എലിമെന്റ് ഓഫ് സി. അതായത് എയിലെ എല്ലാ എലമെന്റ്സും സിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ബി സിയുടെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെറ്റ് ബി ഈക്വൽ ടു 1, 5, 9. സെറ്റ് സി ഈക്വൽ ടു 1, 3, 5, 7, 9. നോക്കിക്കേ, സെറ്റ് ബിയിലെ 1 സെറ്റ് സിയിലെ, അതായത് 1 എലിമെന്റ് ഓഫ് ബി, 1 എലിമെന്റ് ഓഫ് സി. സെറ്റ് ബിയിലെ 5 സെറ്റ് സിയിലുണ്ടല്ലോ, 5 എലിമെന്റ് ഓഫ് ബി, 5 element of C. Set B യിലെ 9 set C യിലുണ്ടല്ലോ, 9 element of B, 9 element of C. അതായത് set B യിലെ എല്ലാ എലമെന്റ്സും set C യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? B is a subset of C. Example 10. Let set A equal to A, E, I, O, U and set B equal to A, B, C, D is a subset of B and Y. അതായത് ഇവിടെ സെറ്റ് എയും സെറ്റ് ബിയും തന്നിട്ടുണ്ട്. എ ബിയുടെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെറ്റ് എ ഈക്വൽ ടു എ, ഇ, ഐ, ഒ, യു. സെറ്റ് ബി ഈക്വൽ ടു എ, ബി, സി, ഡി. സെറ്റ് എയിലെ എ സെറ്റ് ബിയിലുണ്ട്. പക്ഷേ സെറ്റ് എയിലെ ഇ, ഐ, ഒ, യു സെറ്റ് ബിയിൽ ഇല്ല. അതായത് ഇ, ഐ, ഒ, യു നോട്ട് ആൻ എലിമെന്റ് ഓഫ് ബി. അതുകൊണ്ട് എ എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റ് അല്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി ബി എയുടെ സബ്സെറ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സെറ്റ് ബി? ബി ഈക്വൽ ടു എ, ബി, സി, ഡി. And set A equal to A, E, I, O, U. നോക്കിക്കേ, സെറ്റ് ബിയിലെ എ സെറ്റ് എയിലുണ്ട്. പക്ഷേ സെറ്റ് ബിയിലെ ബിയും സിയും ഡിയും സെറ്റ് എയിലെ എലിമെന്റ്സ് അല്ല. അതുകൊണ്ട് ബിയിലെ എല്ലാ എലിമെന്റ്സും എയിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ബി നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. Example 11. Let A, B and C be 3 sets. If A element of B, B subset of C, is it true that A subset of C?
അതായത് നമുക്കിവിടെ 3 സെറ്റ് എയും ബിയും സിയും തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ബിയുടെ എലിമെന്റ് ആണ്, ബി സിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ സിയുടെ സബ്സെറ്റ് ആവുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. എ ഈക്വൽ ടു സെറ്റ് 1 ആണ് എയുടെ എലിമെന്റ്. ഇനി ബി എന്താണ്? ബി ഈക്വൽ ടു സെറ്റ് ഓഫ് സെറ്റ് 1, 2. ഈ സെറ്റ് 1 ആരാണ്? നമ്മുടെ എ അല്ലേ? സോ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് എ, 2 എന്ന് എഴുതാം. എ എന്ന് പറഞ്ഞാൽ ബിയുടെ എലിമെന്റ് ആണ്, അതുപോലെ 2ഉം ബിയുടെ ഒരു എലിമെന്റ് ആണ്. ഇനി നമുക്ക് സെറ്റ് സി എടുക്കാം. സെറ്റ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3. നോക്കിക്കേ, സെറ്റ് ബിയിലെ എല്ലാ എലിമെന്റ്സും സെറ്റ് സിയിലുണ്ട്. സെറ്റ് 1 സെറ്റ് സിയിലുണ്ട്, 2ഉം സെറ്റ് സിയിലുണ്ട്. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞാൽ സിയുടെ ഒരു സബ്സെറ്റ് ആണ്. ഇനി സെറ്റ് സി എടുക്കാം. സെറ്റ് സി ഈക്വൽ ടു സെറ്റ് ഓഫ് സെറ്റ് 1, 2, 3. സെറ്റ് സിയിലെ എലിമെന്റ്സ് ആരൊക്കെയാണ്? സെറ്റ് 1 എന്ന് പറഞ്ഞാൽ സെറ്റ് സിയുടെ എലിമെന്റ് ആണ്, അതുപോലെ 2ഉം സെറ്റ് സിയുടെ എലിമെന്റ് ആണ്, 3യും സെറ്റ് സിയുടെ എലിമെന്റ് ആണ്. ഇനി സെറ്റ് 1 സെറ്റ് സിയുടെ എലിമെന്റ് ആണെന്ന് പറഞ്ഞു. ഈ സെറ്റ് 1 എന്തായിരുന്നു? എ അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ സെറ്റ് സിയുടെ ഒരു എലിമെന്റ് മാത്രമാണ്, അല്ലാതെ എ എന്ന് പറഞ്ഞാൽ സെറ്റ് സിയുടെ സബ്സെറ്റ് അല്ല. എ നോട്ട് എ സബ്സെറ്റ് ഓഫ് സെറ്റ് സി. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ഓഫ് സെറ്റ് 1 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സെറ്റ് സിയുടെ ഒരു സബ്സെറ്റ് ആയേനെ. അതായത് സെറ്റ് എ ആണ് സെറ്റ് സിയുടെ സബ്സെറ്റ്. എ എന്ന് പറഞ്ഞാൽ സെറ്റ് സിയുടെ ഒരു എലിമെന്റ് മാത്രം ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.